ആമുഖമായി ഞങ്ങൾക്ക് ഒന്നും പ്രേക്ഷകരോട് പറയുവാനില്ല. എഴുതി നിരത്തിയ കുറെ വാക്കുകൾ പതിവ് പോലെ വായിച്ചു കേൾപ്പിക്കുവാൻ ഒട്ട് തോന്നുന്നുമില്ല. പിന്നെന്ത് ചെയ്യാൻ പോകുന്നു നിങ്ങൾ എന്ന് പ്രേക്ഷകർക്ക് തോന്നാം. ചിന്തകൾക്ക് തെറ്റില്ല. എന്നാൽ ഞങ്ങൾ ഇന്നത്തെ വിസ്മയ കാഴ്ചകൾ തുടങ്ങുന്നത് ജുമൈല എന്ന ഒരു ആസ്വാദകയുടെ മനസ്സിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. ഓരോ ചിത്രങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്ന നിറക്കൂട്ടുകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ മതിക്കുന്നവയാണ്. ബുദ്ധനും ശങ്കരനുമൊക്കെ മഴവില്ലിന്റെ ചാരുതയിൽ നമുക്ക് മുന്നിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ പോലെ ഉദിച്ചു നിൽക്കുന്നു. ഈ ചിത്രങ്ങളിൽ തന്നെ വളരെയധികം പ്രത്യേകതകൾ കാണുവാൻ സാധിച്ചു. കാരണം ചിത്രങ്ങളുടെ സംയോജനവും അതിൻ്റെ വൈവിധ്യവും ഓരോ ചിത്രങ്ങളിലും ദീപ ഉപയോഗിച്ചിരിക്കുന്ന നിറക്കൂട്ടുകൾ നമ്മുടെ മനസ്സിനെ വളരെയധികം മതിക്കുന്നതാണ്. അതിലെനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ട ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധഭഗവാൻ ചിത്രമാണ്. ആ ചിത്രത്തിൽ ചിത്രകാരി 9 തരത്തിലുള്ള കളറുകൾ യോജിപ്പിച്ചിട്ട് ഒരു മഴവില്ലിൻ്റെ ചാരുതയോടെ ആ ചിത്രം ഒതുക്കിയിട്ടുണ്ട്. ബുദ്ധൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വളരെയധികം ശാന്തിയും സമാധാനവും നിൽക്കുന്ന ഒരു നിർവൃതിയിൽ നിൽക്കുന്നൊരു ബുദ്ധ ചിത്രമാണത്. മാത്രമല്ല ഇന്ന് വളരെയധികം ദുരിതപൂർണമായ വളരെയധികം സംഘർഷഭരിതമായ ലോകത്ത് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവിനെ പറത്തുവിടുവാനായിട്ട് ആ ബുദ്ധ ചിത്രത്തിലൂടെ ചിത്രകാരി ശ്രമിക്കുന്നു. ആലിലയിൽ പിറന്നു വീണ് പ്രകൃതിയോട് പൊക്കിൾക്കൊടി ബന്ധിപ്പിക്കപ്പെട്ട ബാലനും ഈ കാലഘട്ടത്തെ നോക്കിക്കാണുന്നവർക്ക് പറ്റുന്ന ഒരു അത്ഭുത രചനയാണ്. നിറക്കൂട്ടുകൾ കൊണ്ട് വിസ്മയം തീർത്ത അപൂർവ രചനകൾ, നിറങ്ങളുടെ സ്വപ്നതുല്യമായ ഒരു മാസ്മരീക ലോകം. നമ്മുടെ പ്രകൃതിയിൽ നിന്നും നഷ്ടമാകുന്ന ആ ഹരിതാഭ മടക്കിക്കൊണ്ടുവരണം എന്ന കലാകാരിയുടെ വാഞ്ച വ്യക്തമാകുന്നു. പ്രകൃതിയോടിണങ്ങുന്ന ജീവൻ തുളുമ്പുന്ന വ്യത്യസ്തമായ ചായക്കൂട്ടുകളെ സമന്വയിപ്പിച്ച ഒരു മാസ്മരീക ലോകം എന്ന് ദീപയുടെ ചിത്രത്തോട് മനസ്സു ചേർത്ത് ഈ കലാകാരി ഹൃദയം തുറന്നു. വളരെയധികം ദീപ കൃഷ്ണദാസ് എന്ന് പറയുന്ന ചിത്രകാരിയുടെ ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങളാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. കാരണം ഓരോ ചിത്രവും ജീവൻ തുളുമ്പുന്നത് മാത്രമല്ല, പ്രകൃതിയോടിണങ്ങുന്നവയും വളരെയധികം ചിത്രങ്ങളുടെ അതായത് വ്യത്യസ്തമായ ചിത്രക്കൂട്ടുകളെ സമന്വയിപ്പിച്ച് വളരെ ഭംഗിയായ രീതിയിലാണ് ചിത്രകാരി ഓരോ ചിത്രങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോ ചിത്രങ്ങളുടെയും ഛായങ്ങൾക്ക് പോലും ഓരോ അർത്ഥങ്ങളും ഓരോ ചിത്രങ്ങൾക്കും വ്യത്യസ്ത ആശയങ്ങളും ചിത്രകാരി നൽകിയിട്ടുണ്ട്. അവയെല്ലാം സമൂഹവുമായിട്ട് വളരെയധികം ആനുകാലികമായ വിഷയങ്ങളുമായിട്ട് ബന്ധമുള്ളവയുമാണ്. ഛായങ്ങൾക്ക് അർത്ഥങ്ങൾ നൽകുന്ന രചനകൾ, വ്യക്തമായ ആശയങ്ങൾ ഉണ്ടാകുന്ന കാഴ്ചകൾ, കാണികൾക്ക് മുൻപിൽ, പ്രേക്ഷക ഹൃദയങ്ങൾക്ക് മുൻപിൽ കഥകൾ ഒരുക്കുവാൻ ബദ്ധപ്പാടിലാകുന്ന രചയിതാക്കൾക്ക് എന്നും അത്ഭുതമാണ് ദീപ. പരിസ്ഥിതി മലിനീകരണവും പ്രകൃതിനാശവും ഒരു ഉത്സവമായി അരങ്ങേറുന്ന ഈ കാലഘട്ടത്തിൽ ദീപ കൃഷ്ണദാസ് മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ടവളാണ്. പ്രപഞ്ച നിഗൂഢതകളെ ആവാഹിക്കുന്ന അത്ഭുത രചനകളെക്കുറിച്ച് ഒരു ആസ്വാദകർ. എല്ലാ ചിത്രങ്ങളും വളരെയധികം മിഴിവുറ്റതും നമ്മളുടെ കാഴ്ചക്കാരുടെ ഹൃദയത്തെ മാത്രമല്ല നമ്മളെ പൂർണ്ണമായും നമ്മുടെ തലച്ചോറിനും ഹൃദയത്തിനും ഒരുപോലെ നമ്മളെ
നമ്മൾക്ക് ഒരു ആശയം നൽകത്തക്ക രീതിയിലുള്ള ചിത്രങ്ങളാണ് എല്ലാം ഒരുക്കിയിരിക്കുന്നത്. വളരെ നല്ലതാണ്. എനിക്കിത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അല്പം വളരെയധികം ആശ്ചര്യജനകവുമായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ ഈ കാഴ്ച എന്ന് തന്നെ പറയാം. ഒന്നാമത് ഈ ചിത്രങ്ങളെല്ലാം ശരിക്കും പരസ്പരം അവരുടെ ഒരു പ്രത്യേക കാഴ്ചപ്പാട് നമുക്ക് വെളിവാക്കുന്ന ചിത്രങ്ങളാണ് ഈ പലതും. കൂടുതലും പ്രകൃതിക്ക് ഊന്നൽ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രകൃതിയിലെ ഭാവങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ പാരസ്പര്യത്തെ, സൗഹൃദത്തെ, സഹകരണത്തെ, അതിനെയൊക്കെ. ഇനി ഇതിൽ എല്ലാം നിൽക്കുമ്പോൾ പോലും പിന്നെ ആ മരവും കുട്ടിയെ നിൽക്കുന്നത്, പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ഒരു പൊക്കിൾക്കൊടി ബന്ധം അതങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലായ്പ്പോഴും ഒരു സ്ത്രീ പക്ഷപരമായ ഒരു പ്രവണത എനിക്കിതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ പിക്ചർ അത് വെളിവാക്കുന്നുണ്ട്. വളരെ ഹൈജീനിക്കായ, നിറയെ പച്ചപ്പ് നിറഞ്ഞ, ഇതെന്ത് പറയുന്നു, ഒരു മുന്നേറ്റവും കാണാനുണ്ട്. ആ കാറും വണ്ടിയും എല്ലാം ഓടിച്ചിട്ട് പൊതുവെ വളരെ മനോഹരമായ പെയിന്റിങ് എന്നാണ് എൻ്റെ അഭിപ്രായം. സ്ത്രീ മുന്നേറ്റങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സ്ത്രീപക്ഷപരമായ രചനകളാണ് ഇവയിൽ ഏറെയെന്നും കലാകാരിയായ മറ്റൊരു ആസ്വാദകൻ. ദീപാ കൃഷ്ണദാസിൻ്റെ പെയിന്റിങ്ങുകളെ കുറിച്ച് പറയാനാണെങ്കിൽ അത് പ്രകൃതിയുടെയും ജീവിതത്തിൻ്റെയും എല്ലാ അവസ്ഥാന്തരങ്ങളെക്കുറിച്ചും ഓരോ ഭാവങ്ങളെക്കുറിച്ചും ഭാവമാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്നതാണ് ഈ ദീപയുടെ പെയിൻറ്റിങ്സൊക്കെ. ചിലതൊക്കെ ആണെങ്കിൽ വളരെ സ്ത്രീപക്ഷപരമായ ചിന്താഗതിയോടുകൂടിയുള്ള ചിത്രങ്ങളാണ് ഇതൊക്കെ. അതായത് ഒരു സ്ത്രീ മുന്നേറ്റങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിത്രങ്ങളാണ് ഈ ഇതൊക്കെ. അതുകൂടാതെ തന്നെ ഈ പ്രകൃതിയിലെ മറ്റേ പക്ഷികളുടെ ചിത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും അതൊരു കുടുംബമായി അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കാനുള്ള ആ ഒരു പ്രചോദനം വ്യക്തമാക്കുന്നതാണ്. തന്നെ എങ്ങും പച്ചപ്പുകളാണ് ഇതിനകത്ത് കൂടുതൽ കാണുന്നത്. അപ്പോൾ പ്രകൃതിയും അതുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ജീവികളും ഒക്കെയാണ് പ്രധാന പ്രതിപാദ്യ വിഷയം. ആസ്വാദകർ ഏറെ പുകഴ്ത്തുമ്പോഴും നിലയുറപ്പിച്ച് രചയിതാവ് ദീപാ കൃഷ്ണദാസ് മനസ്സ് തുറക്കുകയാണ് ഇവിടെ. ഓരോ ചിത്രങ്ങളിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഥ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കൂടുതലും ചിത്രങ്ങൾ ഈ പ്രകൃതിയെക്കുറിച്ചാണെങ്കിലും അതിൽ വേറെ ഒരു കഥയും കൂടി ഉണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ കുട്ടികൾ, നമ്മൾ ആർട്ട് ടീച്ചേഴ്സ് ആയതുകൊണ്ട് കുട്ടികൾക്ക് നമുക്ക് സന്ദേശം കൊടുക്കണം എന്ന്, കുട്ടികളും പാരൻസിന് സന്ദേശം കൊടുക്കണം എന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും നേച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. ഓരോ ചിത്രങ്ങളിലും നമ്മൾ പ്രകൃതി മാത്രമല്ല, അതിൽ പല കാര്യങ്ങളും നമ്മൾ കാണിക്കുന്നുണ്ട്, പല കഥകളുണ്ട്. കണ്ണുമടച്ച് പെട്ടെന്ന് ആരെയും വിശ്വസിക്കുന്ന താൻ പല അപകടങ്ങളിലും പെട്ടിട്ടുണ്ട് എന്നും അവയിൽ ചിലത് തന്റെ രചനകളിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നും ചിത്രകാരി പറയും. ഇപ്പൊ ബുദ്ധന്റെ തന്നെ നമുക്ക് കാണാം, അത് നേച്ചർ മാത്രമല്ല, അതിൽ നമുക്ക് സമാധാനം അതിൽ കാണുന്നുണ്ട്. പിന്നെ ബുദ്ധന്റെ ചിത്രത്തിൽ പച്ച നിറം കൊടുത്തിരിക്കുന്നത് അത് ഒരു ദൈവിക ഭാവം കാണിക്കാൻ കൂടിയാണ്. ഒരു മ്യൂറൽ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചിത്രം ചെയ്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ഒരു കുഞ്ഞൊരു വൂമ്പായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അമ്മയുടെ വൂമ്പിലുള്ള ഒരു കൊച്ചുവാവ ഇങ്ങനെ അനങ്ങുന്നതായിട്ട് ജീവനുള്ള ഒരു കൊച്ചുവാവയാണ് കാണിച്ചിരിക്കുന്നത്. അതൊരു പച്ച ഇലയിൽ ഇങ്ങനെ കിടക്കുന്ന അങ്ങനെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. അതിൽ മരം ആണ് അമ്മയായിട്ട് കാണിച്ചിരിക്കുന്നത്. മരം
മരമായിട്ട് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബന്ധമാണ് കാണിച്ചിരിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനായിട്ടുള്ള ബന്ധം ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്.